ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷമൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ അന്നുള്ള വീഡിയോ ആണ് കേട്ടോ, അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഇന്ന് 2 പേര് സ്കൂളിൽ പോകുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ ഒക്കെ സെലിബ്രേഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഞ്ചാതും ചെഞ്ചിറായി മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പം ഷംഷാദ് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവനിക്ക് ഭയങ്കരമായിട്ടുള്ള മടി. അവനൊരു ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അവധി കിട്ടാൻ കാത്തിരിക്കുകയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും പോകാനൊക്കെ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പം അഞ്ചാമത് പോയേട്ടോ. അപ്പം ഇനി മോടെ വണ്ടി ഇന്ന് വരുമ്പോഴത്തേക്ക് ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് വരത്തുള്ളൂ. അഞ്ചാൻ്റെ പിന്നെ എന്നും വരുന്നത് പോലെ തന്നെ കറക്റ്റ് സമയത്ത് തന്നെ 8:45 വണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പം എനിക്ക് ഇന്നലെ രാത്രി കുറച്ച് ഉള്ളി കൊണ്ടുവന്നു. അപ്പോൾ ആ കിറ്റിനകത്തിരുന്ന ആ ഒരു അവിഞ്ഞൊരിതുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിലത്തോട്ട് വെക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അതേപടി ഇടുവാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബാക്കി ഉള്ളിയും കൂടെ ഒക്കെ കളഞ്ഞു. അപ്പോൾ എനിക്ക് പലപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനത് ശ്രദ്ധിച്ച് തന്നെ ചെയ്ത് വെയിലത്തുകൊണ്ട്, അപ്പോൾ ഉണങ്ങി കിട്ടുമ്പോഴത്തേക്ക് തന്നെ നല്ല ഫ്രഷായിട്ടൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിനി നേരെ അരി അടുപ്പിൽ ഇടുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും താമസിച്ചാണ്. ഇന്ന് ആർക്കും സ്കൂളിലോ മദ്രസയിലോ ഒന്നും പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും താമസിച്ചാണ് ഇവിടെ തന്നെ എണീറ്റത്. പിന്നീടാണ് ഓർത്തത് മോക്കും അഞ്ചാനൊക്കെ സ്കൂളിൽ പോകണം. അതുകൊണ്ട് രാവിലെ ഇവിടെ ഒന്നും തയ്യാറാക്കിയില്ല കേട്ടോ. പാർക്കും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും 8 മണിയൊക്കെ കഴിഞ്ഞു ചായയൊക്കെ കുടിച്ചപ്പോൾ തന്നെ. അപ്പോൾ അവർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ അഞ്ചാതിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട. അവൻ ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വക കഴിക്കത്തില്ല കേട്ടോ. അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇന്നൊരു 8:30 ആയപ്പോഴത്തേക്ക് തന്നെ ആൾ ഇന്നിപ്പോൾ ക്രിസ്മസ് തൊപ്പി വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര മേടമായിരുന്നു. പക്ഷെ ഇന്നലെ അവൻ പറഞ്ഞായിരിക്കും മേടിച്ചു കൊടുക്കുക. അതുകൊണ്ട് ഇന്ന് രാവിലെ പോകാറായപ്പോഴത്തേക്കാണ് ആ തൊപ്പിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ അതിനൊരു ഇടഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവസാനം വണ്ടി വന്നപ്പോഴത്തേക്ക് പിന്നെ അവന് പെട്ടെന്ന് പോയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിനി അരിയൊക്കെ ഇടാൻ പോവാണ്. അപ്പോൾ ഇന്ന് കറിക്ക് എന്താണെന്ന് വിചാരിച്ചാൽ ചിക്കൻ മേടിക്കാമെന്ന് വെച്ചപ്പോൾ ഇന്നലെ ഞങ്ങൾ ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഇന്നലെ കിട്ടിയില്ലായിരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ചിക്കൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെഞ്ചാത് ചിക്കൻ മേടിക്കാൻ പോയിരിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ജോലികളൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും മോള് സ്കൂളിൽ പോകാനൊക്കെ ഒരുങ്ങാനുണ്ട്. അപ്പോൾ അവൾ കുളിച്ചിട്ടുണ്ട്, പെരയൊക്കെ തൂത്ത് വാരി തന്നിട്ടുണ്ട്, തുണിയൊക്കെ വിരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയിൽ പണി നമുക്കിനി ചിക്കൻ കറി വെക്കുന്നതിനൊക്കെ എനിക്ക് ജോലി കുറവായിരിക്കും. കാരണം നമുക്ക് പെട്ടെന്ന് വെക്കാവുന്നതാണല്ലോ ചിക്കൻ കറിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവന് ചിക്കൻ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കി കംപ്ലീറ്റ് ജോലി ഒതുക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിയൊക്കെ ഒന്ന് അരിയാമെന്ന് വിചാരിച്ചു. അതെല്ലാം ആക്കി കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ. പിന്നെ ഇപ്പോൾ ദാണ്ടെ കായംകുളത്ത് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫോൺ പോലും എടുക്കാതാണ് പോയിരിക്കുന്നത്, മറന്നുപോയി. അപ്പോൾ എൻ്റെ പാൻ കാർഡിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാൻ കാർഡൊക്കെ വന്നു. അപ്പോൾ 4 ദിവസം കേട്ടോ അത് വന്നിട്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് അവരെവിടേക്കോ അന്വേഷിച്ച്. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ അല്ല കേട്ടോ. നമ്മൾ നേരത്തെ നമ്മൾ പണിപ്പുരയിൽ താമസിച്ച സമയത്തോളം അഡ്രസ്സാണ്. അപ്പോൾ അതിലാണ് നമ്മുടെ പാസ്പോർട്ടിൽ പിന്നെ പാസ്ബുക്കിലേതും ആധാറിലെയും തിരിച്ചറിയലിലൊക്കെ നമ്മുടെ അഡ്രസ്സ് അതാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അത് അവിടെ വരത്തുള്ളൂ. അപ്പോൾ ഇനി പോസ്റ്റ് ഓഫീസിൽ പോയി നേരിട്ട് മേടിക്കാമെന്നും പറഞ്ഞൊക്കെ രാവിലെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും 2 ഏത്തയ്ക്കായും കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏത്തയ്ക്ക ഇരിപ്പുണ്ട് കേട്ടോ. ഒരു 3-4 ഇരിപ്പുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ തിരിച്ച് വെച്ചു. അപ്പോൾ അതിനകത്തുനിന്ന് ഇക്കയുടെ ഗുളിക ഇരിപ്പുണ്ട്, അത് പനിയുടെ ഗുളിക ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാം. പിന്നെ പ്ലാസ്റ്റിക് എല്ലാം കൂടെ ഒന്നിച്ചാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് നമ്മളെല്ലാം ചാക്കിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പ്ലാസ്റ്റിക് എല്ലാം കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടെല്ലാം ഞാൻ സൂക്ഷിച്ചെല്ലാം വെക്കുന്നുണ്ട്. അപ്പം അവർ കഴിഞ്ഞ മാസം വന്നപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അന്ന് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാം വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പാത്രങ്ങളൊക്കെ എല്ലാം കഴുകാം കേട്ടോ. പിന്നെ ഇനിയിപ്പം മോൾ അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു 10 മണിയാകുമ്പോൾ വരുമെന്നാണ് കേട്ടോ. പിന്നെ പറഞ്ഞത് 10 മണിക്ക് വണ്ടി വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ സമാധാനത്തിലായി. പിന്നെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റാക്കി എല്ലാം ഉണങ്ങിയിട്ടുണ്ട് പാത്രങ്ങൾ. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളാണ്. ഇനിയിപ്പോൾ അടുത്ത പാത്രങ്ങൾ നമുക്ക് കഴുകി എടുത്ത് വയ്ക്കണമല്ലോ. അപ്പോൾ അതങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ചെഞ്ചാത് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് പിന്നെ അവൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കടയും കൂടെ തിരക്കാൻ എന്താ മോനെന്ന് ചോദിച്ചു. കാരണം അപ്പോൾ പിന്നെയും പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനും പോയിട്ടുണ്ട്. രണ്ടാമത് പിന്നെയും പോട്ടെ എൻ്റെ മോനെ. അത് കഴിഞ്ഞിട്ട് നമ്മളിനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകട്ടെ. കഴിഞ്ഞിപ്പോൾ നാളെ എല്ലാവരും ഇപ്പോൾ സന്തോഷത്തിലിരിക്കുന്നു പറഞ്ഞാൽ ക്രിസ്മസിന് എവിടെ പോകും എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നാളെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാമെന്ന് ചോദിച്ചപ്പോൾ കുറേ ഇന്നാളെ നമ്മളൊന്ന് പോയതാണ് വീട്ടിൽ. അപ്പോൾ ഇന്ന് പോയിട്ടെങ്കിൽ നമ്മൾ വൈകിട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നാളെ ശനിയാഴ്ച പോയിട്ട് ഞങ്ങൾ ഞായറാഴ്ച വൈകുന്നേരം. അപ്പോൾ ഇക്കായ്ക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് പണിക്ക് പോകണം. അപ്പോൾ
ഇന്ന് ഇന്ന് രാത്രി വരും. ഇപ്പം നാളെ പോയാലാണ് വരാത്തത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നാളെ ഒന്ന് അങ്ങോട്ട് പൊക്കോ, എന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരമൊക്കെ ആകുമ്പോൾ വന്നാൽ മതി. അപ്പോൾ അതെല്ലാവരും കൂടെ കേട്ടപ്പോൾ എല്ലാവരും തുള്ളിച്ചാടി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പോകാനായിട്ടൊക്കെ. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ ഇക്ക രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ പണിക്ക് പോകുമെന്ന് പറഞ്ഞു. അതിൻ്റെ പുറകിൽ ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു ദിവസമൊക്കെ നിന്നിട്ടൊക്കെ വരാമെന്നുള്ള ഒരു സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മോള് പെരയ്ക്കകം പകുതി അല്ല അടുക്കള വരെ തൂത്തിട്ട് വന്നിട്ട് പിന്നെ സമയം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ബാക്കി ഉമ്മച്ചി എങ്ങനെയെങ്കിലുമൊക്കെ തൂത്തെടുത്തോളാം, മോള് പോയി കുളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്ക് വണ്ടി ഉള്ളത് കൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവിടാനും വിളിക്കാനും ഒക്കെ ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും വണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ പോകാൻ നിന്നത്. പിന്നെ അൻഷാദിൻ്റെതും അതേപോലെ തന്നെ കേട്ടോ, വണ്ടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ നമ്മൾ വിട്ടത്. പിന്നെ ചെഞ്ചാദിന് പിന്നെ മടിയായതുകൊണ്ട് അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ പരീക്ഷ കഴിഞ്ഞ സമയത്തെങ്ങാണ്ട് എനിക്ക് ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുമ്പോൾ ബാക്കി സെലിബ്രേഷൻ ഉണ്ടുമ്മി എന്നൊക്കെ പറഞ്ഞു. എന്നാലും അവൻ പോകാൻ എനിക്ക് ഭയങ്കര മടി കേട്ടോ, പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിന്ന്. പിന്നെ നിർബന്ധിച്ചൊന്നുമില്ല. ഞാൻ പറയും ഇതൊക്കെ രസമല്ലേ മോനെ, സ്കൂളിലാക്കിയതൊക്കെ നല്ല രസമാണ് ഫംഗ്ഷനൊക്കെ പോകുന്നത്. പിന്നെ അവനിക്ക് മടിയായി. പിന്നെ എനിക്ക് പറഞ്ഞെന്താന്ന് നിർബന്ധിച്ച് വിടണ്ടെന്ന്, അവനും പോകാൻ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവന് കടയിലൊക്കെ പോയി ആകെപ്പാട് ക്ഷീണിച്ചൊക്കെ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ കേട്ടോ അത് കടയിൽ പോയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമുക്കിനി ഉള്ളിയുടെയും സവാളയുടെയൊക്കെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇനി കുളിച്ചിട്ടൊക്കെ ഞാനിനി കറി വെക്കത്തുള്ളൂ. ചിക്കനോടെ കൊണ്ടുവന്ന് കഴുകിയെല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിയില്ലല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ കഴിയും. പിന്നെന്താണ്, അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ വളരെ വ്യൂസ് കുറവാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ചില സമയത്തൊക്കെ നമുക്ക് സങ്കടമൊക്കെ തോന്നാറുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് വ്യൂസൊക്കെ കുറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ 1 വർഷം കഴിഞ്ഞിട്ട് പോലും നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ അതോ അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ എന്നാലും നമ്മൾ ഡെയിലി ഓരോരുത്തർ പറയുമ്പോൾ ഓരോരും പറയുന്ന വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടുക. നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ തന്നെ ഇടുന്നുണ്ട്. അത് എത്ര റിസ്ക് എടുത്താണെങ്കിലും ഞാൻ ഇടും. പിന്നെ ചില സമയത്തേ ഉള്ളൂ കേട്ടോ നമുക്ക് ഒട്ടും ഇടാൻ പറ്റാത്ത സാഹചര്യം വന്നാലേ ഉള്ളൂ കേട്ടോ ഞാൻ ഇടാൻ പറ്റാത്തതും. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് നീങ്ങുകയാണ്. എന്തായാലും ഇനി കുറച്ചും കൂടെ ഒക്കെ ആയി കിട്ടിയാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ആയി കിട്ടും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വ്യൂസിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചില വീഡിയോകളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഒരു മെയിൽ അയക്കുന്നുണ്ട് കേട്ടോ, കോപ്പിറൈറ്റുകളൊക്കെ ഇട്ട്. പിന്നെ നമ്മൾ ചില വീഡിയോസിനൊക്കെ ഞാനിങ്ങനെ മ്യൂസിക്കൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊക്കെ എനിക്ക് കോപ്പിറൈറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ചില വീഡിയോ കോപ്പിറൈറ്റ് മാറ്റാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റിയിടുന്നുണ്ട്. ചില നമുക്ക് തീരെ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ റിമൂവ് ചെയ്ത് കളയാം കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ ഇനി മിക്കതിനകത്തും ഒക്കെ ഞാനിങ്ങനെ മ്യൂസിക്കൊക്കെ കയറ്റിയിട്ടിട്ടുണ്ടാവും. ഇങ്ങനെ ഈ വർത്താനം ചളകൊളാന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മ്യൂസിക് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എനിക്ക് പണിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ചില വീഡിയോ ഒക്കെ ഞാനിങ്ങനെ ഇങ്ങനെ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മാറ്റുന്നുണ്ട് കേട്ടോ, കോപ്പിറൈറ്റ് മാറ്റുമ്പോൾ ഓക്കെ സക്സസ് എന്ന് പറഞ്ഞ് പിന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്ക് അത് ഒട്ടും നമുക്ക് കോപ്പിറൈറ്റ് മാറ്റാൻ പറ്റുന്നില്ല. കാര്യം ഞാനതോടെ സംസാരിക്കുന്നുമുണ്ട്, അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ മ്യൂസിക്കും കയറി വരുന്നു. അപ്പോൾ അത് ശരിയാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു, അതങ്ങ് റിമൂവ് ചെയ്തു. നമ്മൾ അത്രയും പറയുന്ന ഭാഗം നമുക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇനി മ്യൂസിക് കയറ്റിയ ചില വീഡിയോകളുണ്ട് കേട്ടോ, അതൊക്കെ മിക്കവാറും കോപ്പിറൈറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളും കഴിവതും നിങ്ങൾ മ്യൂസിക് കയറ്റാതിരിക്കുക കേട്ടോ. മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ഇതുണ്ടല്ലോ, ടൂണൊക്കെ നമ്മൾ ഇടുമല്ലോ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കഴിവതും ഇടാതിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ മൊത്തത്തിൽ തന്നെ നമ്മുടെ ഭാഗ്യത്തിൽ ഞാൻ ചില വീഡിയോയ്ക്കേ ഉള്ളൂ കേട്ടോ ഞാൻ ഇടുന്നത്. അത് ഇടാൻ കാരണം പറഞ്ഞാൽ ചില വീഡിയോ നമ്മൾ കാണുമ്പോൾ അവരുടെ ഈ മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്കും ഒരു കൊതി വരും കേട്ടോ, എന്നാൽ നമ്മുടെ വീഡിയോയ്ക്ക് അതൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. ചിലതിന് വരുന്നില്ല കേട്ടോ, ചില മ്യൂസിക്കിനൊക്കെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. കഷ്ടപ്പെട്ടൊക്കെ എടുക്കുന്ന വീഡിയോ അല്ലേ, അതൊക്കെ പിന്നെ റിമൂവ് ചെയ്ത് കളയുമ്പം തന്നെ. അപ്പോൾ അതേ മോള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പോവുകയാണ്. അപ്പോൾ വണ്ടി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളിങ്ങനെ ഓണപ്പരീക്ഷയുടെ ഓണത്തിൻ്റെ സെലിബ്രേഷനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ എന്നാൽ ക്രിസ്മസിൻ്റെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിന്നത്. അപ്പോൾ എന്തായാലും വണ്ടി വരാൻ സമയമായി. അപ്പോൾ അവളങ്ങോട്ട് നടന്നു. അപ്പോൾ എന്നെ വിളിച്ചോട്ടെ, ഞാൻ പോയില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുരുമുളക് പൊടി ഇല്ലായിരുന്നു കേട്ടോ, കുരുമുളക് ഇല്ലായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് പിന്നെ പൊടിച്ചെടുത്തു. ആ സമയത്തിനുള്ളിൽ നമ്മൾ ഉള്ളിയും സവാളയൊക്കെ എല്ലാം നമ്മളിൽ നിന്നെല്ലാം തയ്യാറാക്കി വെള്ളത്തിലിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അരിഞ്ഞെടുക്കണം.
പിന്നെ അടുത്തത് അപ്പോഴത്തേക്ക് ചെഞ്ചാതിന് ചിക്കൻ വറുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ വറുക്കുന്നത് കേട്ടോ. അഞ്ചാതിന് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നാലും ഞാനും എല്ലാവർക്കും കൂടെ കുറച്ചൊക്കെ എടുത്ത് ഇപ്പോൾ കാലൊക്കെ എടുത്ത് വറക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ അരപ്പെല്ലാം കൂട്ടുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ചിക്കൻ മസാല, ഉപ്പ്, കുരുമുളക് പൊടി ഇച്ചിരി ഞാൻ ലേശം ചേർത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി ഇങ്ങനെ വറുക്കുന്നതിനൊക്കെ ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ മുന്നിൽ നിൽക്കാൻ ഇച്ചിരി എരിവൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കോട് ഇവിടുത്തെ സാറ് വന്നിട്ട് ചോദിച്ചു കോൺഫ്ലവർ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇത് മാത്രം ഇട്ടിട്ട് ഞാൻ വറക്കുന്നതെന്ന് പറഞ്ഞു. അതിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇപ്പോഴല്ല വറുത്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചിക്കനെല്ലാം പുരട്ടി വെച്ചു. ചിക്കനെല്ലാം നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിയും സവാളയൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് കയറി കുളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബാക്കി നമ്മുടെ കംപ്ലീറ്റ് പണികളൊക്കെ കഴിഞ്ഞാൽ ഇനി അവിടെ എല്ലാം ഒതുക്കി പിറക്കി എല്ലാം വാരി വെച്ചിട്ടുണ്ട്. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് പാസ്സായിട്ട് വേണം ചിക്കൻ വറുക്കാൻ കറി വെക്കാൻ ഒന്നിച്ച് അപ്പോഴത്തേക്ക് സെറ്റ് ആവുമല്ലോ. പിന്നെ അപ്പോഴത്തേക്ക് ഇക്കായ വന്നു. അപ്പോൾ ഇക്കായ ഏൽപ്പിച്ചിട്ട് പോയി ഞാൻ കുളിയൊക്കെ പാസ്സാക്കി വന്നപ്പോഴത്തേക്ക് സവാള എല്ലാം വാടി. അത് കഴിഞ്ഞ് നമ്മൾ പൊടിയേറ്റങ്ങളൊക്കെ ഞാൻ തന്നെ ചേർത്ത് കൊടുക്കും. ഇക്കാക്ക് പിന്നെ മടിയാണ് കേട്ടോ അതൊക്കെ ചേർക്കാനായിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇക്ക പൊറോട്ട മേടിപ്പിച്ചായിരുന്നു ചെഞ്ചാനെ കൊണ്ട്. അപ്പോൾ ഞാനപ്പോൾ കഴിച്ചില്ല, ഇവിടുത്തെ കറി വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ കറിയെല്ലാം വെന്തു കേട്ടോ. കറിയെല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചെന്നാൽ ഇച്ചിരി പൊറോട്ടയും ഇച്ചിരി ഇറച്ചിച്ചാറും കൂട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം വറുത്ത് കഴിഞ്ഞു. ഞാൻ പൊറോട്ടയൊക്കെ തിന്നു. ഞാനും ഇക്കായും മോനിക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഞാൻ കറി ഒഴിച്ച് വെച്ചത് ഇനി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അത് വളിച്ച് പോകും കേട്ടോ. ഞാൻ ആദ്യം കടയിലെ ചാറ് കൊണ്ടുവന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒഴിച്ച് മാറ്റി വെച്ചത്. ഈ കറിയൊക്കെ വെന്തിട്ട് കഴിക്കാമെന്ന് ചോദിച്ചു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വളിച്ച് പോകും കേട്ടോ. അതുകൊണ്ട് പിന്നെ അപ്പം തന്നെ അങ്ങ് തിന്നു. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് ഇക്കായും മോനും കൂടെ പള്ളിയിലോട്ട് നിസ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ അവനിക്കിപ്പോൾ വണ്ടി ഓടിപ്പിക്കണമെന്നാണ് അവൻ പറയുന്നത്. എൻ്റെ പ്രായത്തിലെല്ലാം ഓടിക്കുന്നുണ്ടോ വാപ്പി എന്നൊക്കെ, എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിപ്പിക്കുമോ എന്നൊക്കെ ഇവിടെ കെഞ്ചുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഓടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അവൻ എപ്പോഴും അങ്ങനെ ആട്ടോ അവനിങ്ങനെ പറയുന്നത്. അങ്ങനെ എനിക്ക് അങ്ങനെ ഓടിപ്പിക്കുക എന്നെ 2-3 വട്ടം അവൻ പറയാതെ തന്നെ കയറിപ്പോയി കേട്ടോ. അപ്പോൾ അവനെ കൊണ്ട് ഓടിപ്പിക്കാമെന്ന് പറഞ്ഞ് വഴി വെച്ച് ഇപ്പോൾ ഇവിടെ വലിയ ഹൈവേ ഒന്നും അല്ലല്ലോ, നമ്മുടെ ഇടയ്ക്കൊക്കെ ഇവിടെ ഓടിപ്പിക്കാം. അങ്ങനെ അവനെ ഹാപ്പി ആയിട്ടൊക്കെ പോവാണ്. അപ്പോൾ അവരിങ്ങനെ പള്ളിയിലോട്ട് പോയി. അപ്പോൾ ഇനി ബാക്കി വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇനി അവർ പള്ളിയിൽ പോയ ശേഷം നമുക്കിനി വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക.